ഒരുപാട് ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോണാണ് വൺ പ്ലസ് ഫോണുകൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ വൺ പ്ലസിൻ്റെ ഫോണ് സാധാരണക്കാരൻ വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ വില കേട്ട് കഴിഞ്ഞാലും ബാക്കോട്ട് നിന്നിട്ട് മറ്റ് പല ഫോണുകളും വാങ്ങി പോകാറാണ് പതിവ്. പക്ഷേ ഇങ്ങനത്തെ ആളുകളൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ഇപ്പം വൺ പ്ലസ് പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്, വൺ പ്ലസ് നോഡ് N100 എന്ന ഈ ഒരു ഫോൺ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വൺ പ്ലസ് നോഡ് N100 എന്ന ഈ ഒരു ബജറ്റ് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ N100 എന്ന ഈ ഒരു മോഡൽ ഫോണാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് N100 അതായത് വൺ പ്ലസ് നോഡ് N100 എന്ന ഈ ഒരു മോഡൽ നമ്പർ കാണുന്നുണ്ട്. 64 GB ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. ഇതിൻ്റെ കളറായിട്ട് കൊടുത്തിട്ടുള്ളത് മിഡ് നൈറ്റ് ഫ്രോസ്റ്റി എന്ന ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറത്തായിട്ട് കാണുന്നുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ IMEI നമ്പർ, പിന്നെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അസംബ്ലിഡ് ഇൻ ചൈന എന്നും കാണുന്നുണ്ട്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് സാധാരണഗതിയിൽ ഫോണുകളിലൊക്കെ ലഭിക്കാറുള്ള പോലെ ഒരു വെൽക്കം പാക്ക് ഈ ഫോണിൽ കാണുന്നുണ്ട്. ഈ ഒരു വെൽക്കം പാക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു പൗച്ചൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇതൊരു ബജറ്റ് ഫോൺ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഫോണിൽ പൗച്ചൊന്നും ലഭിക്കാതിരുന്നത്. ഇതിലൊരു സിം റിമൂവ് ചെയ്യാനുള്ള ഒരു സിം എജക്ടർ മാത്രമാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. കൂടാതെ നമുക്ക് ഈ ഒരു ബോക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ഫോണാണ്. അത് നമുക്കൊരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ചാർജർ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. 18 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു ടൈപ്പ് സി USB കേബിളും ലഭിച്ചിട്ടുണ്ട്. ഇത് ചാർജറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ കൈമാറാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർജറിൻ്റെ വയറുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. കാരണം ഈ ഒരു ബോക്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലാണ് സംസാരിക്കാനുള്ളത്. ഈ ഒരു ഫോൺ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് പരിശോധിക്കാനുള്ളത് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് ആണ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 188 ഗ്രാമാണ്. കൂടാതെ ഇതിൻ്റെ ബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 169 mm ആണ്. കൂടാതെ ഇതിൻ്റെ വിഡ്ത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 75.1 mm ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ അധികം തിക്നെസ് ഒന്നും ഇല്ലാത്ത ഒരു ഫോണാണ്. ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ Gorilla 3ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ബോർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കാണുന്നുണ്ട്. 2 ഗ്രില്ലായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് സി ഇൻപുട്ട് കാണുന്നുണ്ട്. പിന്നെ മൈക്രോഫോൺ കാണുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു സൈഡിലാണ് കാണുന്നത്. ഫോണിൻ്റെ വലത് വശത്തായിട്ടാണ് ഇതിൻ്റെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നത്. പവർ ബട്ടൺ സാധാരണ എല്ലാ ഫോണുകളിലും കാണാറുള്ള പോലെ ഫോണിൻ്റെ ഇടതുവശത്ത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. സിം ട്രേയിൽ കാരണം എത്ര സിം കാർഡ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ സിം ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ട്രേ ആണ് ഇതിലുള്ളത്. പക്ഷേ മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം കാർഡ് മാത്രമാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 13 മെഗാപിക്സലും ഡെപ്ത് സെൻസർ വരുന്നത് 2 മെഗാപിക്സലും മാക്രോ ലെൻസ് വരുന്നത് 2 മെഗാപിക്സലും. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കാണാൻ പറ്റും. ഈ ഒരു വൺ പ്ലസിൻ്റെ ലോഗോ, വൺ പ്ലസ് എന്ന ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോഡിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. കൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് 90 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 720x1600 ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. 20:9 സ്ക്രീൻ റേഷ്യോ, 269 PPI ഡെൻസിറ്റി, കോമിൻ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മളെ ഫോൺ ഇവിടെ കംപ്ലീറ്റ് ഓൺ ആയിരിക്കുകയാണ്. ഇത് IPS LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും നല്ല ക്ലാരിറ്റി തോന്നിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ
ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രൊസസ്സറായിട്ട് കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 460 ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് 5ൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിലുണ്ട്. 5000 mAh ബാറ്ററിയാണ് കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 18 വാട്ട്സിൻ്റെ ചാർജറാണ് കമ്പനി ഇതിനായിട്ട് തന്നിട്ടുള്ളത്. ഈ ഒരു ഫോൺ ഈ ഒരു കളറിൽ മാത്രമാണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫർമേഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ റിലീസ് ആയിട്ടുള്ളത് Android 10ലാണ്. പ്ലസ് മോഡൽ നെയിം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. OnePlus Nord N100 മോഡൽ നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് BI2013 എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു എബൌട്ട് ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. 64 GB 4 GB റാം എന്നുള്ള ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു എബൌട്ട് ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിനെ നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ OnePlusൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ OnePlusൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഹൈ കോസ്റ്റുള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിലയിൽ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഫോണാണെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാം. ഇതിൻ്റെ ക്യാമറകളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ക്യാമറയിൽ അധികം ഫീച്ചറുകളൊന്നും സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ കാണുന്ന പോലെ അധികം ഫീച്ചറുകളൊന്നും ഈ ഒരു ക്യാമറയിൽ കാണുന്നില്ല. പിന്നെ ഫോട്ടോസിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അധികം ഫീച്ചറുകളൊന്നും നമുക്ക് കാണുന്നില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് പറയാം. ഈ ഒരു ക്യാമറൻ്റെ മോർ ഓപ്ഷനിലേക്കൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മാക്രോ കാണുന്നുണ്ട്, പനോരമ പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ സാധാരണഗതിയിൽ ഉള്ള ഫോണിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പം പരിശോധിച്ച് നോക്കുന്നത്. ഇതിൽ സ്വിച്ച് ഡാറ്റ കാർഡ് എന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതൊരു പക്ഷേ സിം കാർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കാം. പിന്നെ ഇതിൽ കാണുന്നത് സ്ക്രീൻ റെക്കോർഡർ എന്നിട്ടുള്ള ഒരു അധിക ഒരു ഓപ്ഷനും കാണുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ ചില ഫോണുകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പ്ലസിൻ്റെ ഫോൺ നമുക്ക് ഏറ്റവും ചെറിയ വിലക്ക് കിട്ടാവുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ആരെങ്കിലുമൊക്കെ OnePlus വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് പൈസ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് സജസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.